கொடுங்க. அவனுக்கு சாமி கும்பிட்டு போறேன். போறதுக்கு எனக்கு போறோம். அவரை நான் சாமி கும்பிட்டு போறோம். இல்லை இந்த கவர்மெண்ட் அவனை மகன் தூக்குன மாதிரி அவனை தூக்கி கொடுத்தா எனக்கு மனசாரும் இல்லை. அவனை சாமி இப்படி കുമ്പിട്ടിട്ട് പോறேൻ. അതിർത്തി ഗ്രാമമായ വട്ടവടയിലെ മനോഹരന്റെയും ഭൂപതിയുടെയും ഈ കരച്ചിൽ ഏറെ കാലത്തേക്ക് കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. തീർത്തും പ്രതികൂലവും ദരിദ്രവുമായ സാഹചര്യങ്ങളിൽ നിന്ന് എറണാകുളം മഹാരാജാസിൽ വന്ന് പഠിച്ച് ഒറ്റ വർഷം കൊണ്ട് കോളേജിലും പുറത്തും സ്നേഹവും വാത്സല്യവും സമ്പാദിച്ച ആ 20-കാരനായ SFI പ്രവർത്തകൻ ജീവനില്ലാതെയാണ് അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയത്. നമ്മുടെ ക്യാമ്പസുകളിൽ ഇടമുണ്ടാക്കാൻ ഏത് വിധേനയും ശ്രമിക്കുന്ന വർഗീയ ശക്തികളാണ് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് എന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അങ്ങേയറ്റം നിസ്സാരമായ കാരണങ്ങളാൽ. പതിവ് ക്യാമ്പസ് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കണക്കിൽപ്പെടുത്തി നിസ്സാരീകരിക്കാവുന്ന ഒന്നല്ല അങ്ങേയറ്റം നിഷ്ഠൂരമായ ഈ കൊല. ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം മുന്നിൽ വെച്ച് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ വിശകലനം ചെയ്യൽ പ്രയാസകരമാണ്. ആ രക്ഷിതാക്കളുടെ കരച്ചിൽ ചെവിയിൽ മുഴങ്ങുമ്പോൾ. പക്ഷേ അത് ചെയ്തേ പറ്റൂ. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ. എന്താണ് കാരണമെന്നും ആരാണ് പിന്നിലെന്നും അറിഞ്ഞേ പറ്റൂ. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയും അതിൻ്റെ വിദ്യാർത്ഥി സംഘമായ ക്യാമ്പസ് ഫ്രണ്ടുമാണ് പിന്നിലെന്ന് ഇതിനകം പോലീസിൻ്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പിടിയിലായ 5 പേരും ഈ സംഘടനകളുടെ പ്രവർത്തകരാണ്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇന്ന് ഇതാണ്: ക്യാമ്പസുകളെ കൊലക്കളമാക്കാൻ ആസൂത്രിത നീക്കമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. പ്രധാനമായും 4 ചോദ്യങ്ങളിലൂടെയാണ് ഇന്നും ഈ ചർച്ച മുന്നോട്ട് പോവുക. ആരാണ് അഭിമന്യുവിനെ കൊന്നത്, എന്തിന് എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വർഗീയ ശക്തികൾ ഇടമുണ്ടാക്കുന്നത് കൊല നടത്തിയോ എന്നതാണ് രണ്ടാമത്തേത്. മതവർഗീയത ക്യാമ്പസുകളിലേക്കും കടന്നു കയറുന്നോ എന്നത് മൂന്നാമത്തേത്. ക്യാമ്പസുകളെ കൊലക്കളമാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നോ എന്നത് നാലാമത്തെ ചോദ്യം. ശ്രീ സൈമൺ ബ്രിട്ടോ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ശ്രീ CP ജോൺ RMP നേതാവ് തിരുവനന്തപുരത്തുണ്ട്. ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ദേശീയ സെക്രട്ടറി, നാഷണൽ സെക്രട്ടറി ശ്രീ റൌഫ് ഷെരീഫ്, അദ്ദേഹം എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീമതി ഷാഹിദ കമാൽ, വനിതാ കമ്മീഷൻ അംഗം കൊല്ലത്ത്. ശ്രീ നസറുദ്ദീൻ ചേന്ദമംഗലൂർ, സാമൂഹ്യ നിരീക്ഷകൻ കോഴിക്കോട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. CMP നേതാവ് ശ്രീ CP ജോൺ തിരുവനന്തപുരത്ത്, ശ്രീ സൈമൺ ബ്രിട്ടോ കൊച്ചിയിൽ, ശ്രീ റൌഫ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ നേതാവ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ, ശ്രീമതി ഷാഹിദ കമാൽ, ശ്രീ നസറുദ്ദീൻ ചേന്ദമംഗലൂർ എന്നിവർ കൊല്ലം, കോഴിക്കോട് സ്റ്റുഡിയോകളിൽ നിന്നായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ CP ജോൺ, എത്രക്ക് ഈ നിഷ്ഠൂരമായ സംഭവത്തെ എങ്ങനെ കാണണം? താങ്കളുടെ പ്രതികരണം എന്താണ് ആദ്യം? ഞാനിന്ന് വളരെ ദുഃഖത്തോടുകൂടിയാണ് പത്രം വായിച്ചത്. ഉടനെ തന്നെ P. രാജീവിനെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് എൻ്റെ വിശദാംശങ്ങൾ മനസ്സിലായത്. ഒരു ചെറുപ്പക്കാരൻ, അതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു വളരെ വിദൂരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വരുന്ന ഒരു കുട്ടി ലോറി കയറി ഇന്നലെ രാത്രിയാണ് അവിടെ വന്നപ്പോൾ SFI പ്രവർത്തകർ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ സംഘത്തിൻ്റെ കൂടെ പോയി. അവിടെ വെച്ച് കാര്യമായ ഒരു സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് കുത്തേറ്റ് മരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അതൊരു രാത്രി നടന്നൊരു കാര്യമാണെങ്കിലും ക്യാമ്പസിനകത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, കൊലപാതകം തന്നെയാണ്. അങ്ങേയറ്റം അപലപനീയം എന്നുള്ള വാക്കൊന്നും അതിന് ഒരു അർഹമായ ഒരു പദമല്ല എങ്കിൽ പോലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഭാഗത്ത് യാതൊരു തരത്തിലുള്ള സംഘടനാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കാത്ത മാനേജ്മെൻറ്റ് ഗുണ്ടായിസ് നടക്കുന്ന ക്യാമ്പസുകൾ. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു കൊച്ചു ചെറുപ്പക്കാരൻ തിരുവല്ലാമലയ്ക്കടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ മരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. വിഷ്ണു പ്രണോയ് എന്നാണ് ആ കുട്ടിയുടെ പേര്. മറുഭാഗത്ത് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചിട്ടുള്ള ക്യാമ്പസുകൾ, ആ ക്യാമ്പസുകളിലും കൊലപാതകം നടക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം അനുവദിച്ച ക്യാമ്പസുകളിലും അനുവദിക്കാത്ത ക്യാമ്പസുകളിലും കൊലപാതകം, മർദ്ദനം, കൊടിയ പീഡനങ്ങൾ നടക്കുക എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മാനേജ്മെൻറ്റ് പീഡിപ്പിക്കുന്നു, വർഗീയ ശക്തികൾ ഉണ്ട്. മറുഭാഗത്ത് സ്വാതന്ത്ര്യം നല്ല പോലെ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ മറ്റ് സംഘടനകൾ വരരുത് എന്ന് വാശി പിടിക്കുന്ന SFI അടക്കമുള്ള സംഘടനകളുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കാവുന്ന ഒരു ക്യാമ്പസ് എങ്ങനെ ഉരുത്തിരിച്ചെടുക്കാം എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ അതിന് പറ്റിയ സമയം ഇന്നല്ല.
ഇന്ന് ഈ കൊടിയ കൊലപാതകത്തെ അപലപിക്കുക, ദാരുണമായ സംഭവത്തിൽ ദുഃഖിക്കുക എന്ന് മാത്രമാണ് നമുക്കിന്ന് ചെയ്യാനായിട്ട് സാധിക്കുക. സി പി ജോൺ, ഇവിടെ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം സംഘർഷങ്ങൾ ചിലപ്പോഴൊക്കെ കോളേജുകൾ, ക്യാമ്പസുകളിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം തന്നെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തെ വ്യത്യസ്തമാക്കുന്നതായി തോന്നുന്നത് നേരത്തെ ആസൂത്രണം ചെയ്ത് ആസൂത്രിതമായിട്ട് ക്യാമ്പസിനകത്ത് കൊലപാതകം നടത്തുക എന്നതിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ്. അതും അവിടെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു 2ാം വർഷ വിദ്യാർത്ഥി 20കാരൻ ഇങ്ങനെ പുറത്തു നിന്ന് പ്ലാൻ ചെയ്ത് വളരെ നിസ്സാരമായൊരു കാരണത്തിന് ഈ പറയുന്ന ഒരു തീവ്രവാദ ബന്ധം മറ്റുള്ളവർ ആരോപിക്കുന്ന വർഗീയ സംഘടന എന്നെല്ലാവരും വിളിക്കുന്ന ഈ സംഘത്തിൻ്റെ ആളുകൾ പുറത്തു നിന്നുള്ള ആളുകളെ കൂടെ കൊണ്ടുവന്ന് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. അത് ഒരു കൊലപാതകം നടത്തുക എന്ന് മാത്രമല്ല, കുഴപ്പമുണ്ടാക്കുക, വർഗീയമായിട്ടുള്ള ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടെ ഇല്ലേ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ വ്യത്യസ്തതയെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം? ഞാൻ അതിലേക്ക് ഇപ്പോൾ ഈ വിഷയത്തെ വലിച്ചഴക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും ക്യാമ്പസിൽ നടന്ന കൊലപാതകങ്ങൾ, ഞാൻ എത്രയോ സംഘർഷങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ള ഇന്ന് വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് ശ്രീകുമാർ കൊല്ലപ്പെട്ടത് ഏതാണ്ട് ഇതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് കൊന്നത്. തോമസ് കൊല്ലപ്പെട്ടത് പുറത്തു നിന്നുള്ള ആളുകൾ പുറത്തു വെച്ച് തന്നെയാണ് കൊന്നത്. അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ എനിക്ക് എടുത്തു കാണിക്കാനായിട്ട് സാധിക്കും. ക്യാമ്പസിനകത്ത് യാദൃശികമായിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളുടെ ഭാഗമായിട്ട് മാത്രമല്ല കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്, പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ആക്രമിച്ച് കൊന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സൈമൺ ബട്ടർ റോഡ്രിഗ്സ്, അദ്ദേഹം കുത്തേറ്റത്, അദ്ദേഹം കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ ഉറ്റ സുഹൃത്താണ് സൈമൺ ബട്ടർ റോഡ്രിഗ്സ്. അദ്ദേഹവും ആ ക്യാമ്പസിൽ പഠിച്ച ആളല്ല, പക്ഷെ ആ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷം മുറ്റിയതെന്ന അന്തരീക്ഷത്തിൽ കുത്തുകൊണ്ട് അദ്ദേഹം വീഴുകയാണ് ചെയ്തത്. അതാണ് ഞാൻ തിരിച്ചു പറയാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാമ്പസുകളുടെ രീതി എന്തായിരിക്കണം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇന്നത്തെ വിഷയങ്ങളിൽ തന്നെ ഊന്നേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാം സി പി ജോൺ താങ്കളിലേക്ക്. ശ്രീ റൌഫ് ഷെരീഫ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തകർ ഇത്രയ്ക്ക് നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിലേക്ക് പോയത്? എന്തായിരുന്നു നിങ്ങളുടെ പ്രകോപനം? ആദ്യമായി തന്നെ ഞാൻ പറയട്ടെ, അത് ചെയ്തത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇത്തരമൊരു ദാരുണ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ ക്ലോക്ക് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് 1-2 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ പിടിച്ചു എന്നതിൻ്റെ പേരിൽ ആ സംഭവം ചെയ്തത് ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് എന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയില്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ തലയിലേക്ക് എടുത്തു വെക്കാനും കഴിയില്ല. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ, ഞങ്ങളുടെ ഫ്രണ്ട് ആരെയാണ് സംശയിക്കുന്നത്? അങ്ങനെ ഉണ്ടാകുമല്ലോ. ഇങ്ങനെ ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു സംശയം ഉണ്ടാകുമല്ലോ, അതാരാണ്? അത് തന്നെയാണല്ലോ ഞാൻ ആദ്യമായി പറയട്ടെ. എസ് എഫ് ഐയുമായി ഇന്നലെ നവാതകരെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ക്യാമ്പസ് ഫ്രണ്ട് അവിടെ ചുവരെഴുതുകയും അവിടെ പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തപ്പോൾ യാദർശികമായി എസ് എഫ് ഐയുമായി ഒരു സംഘർഷമുണ്ടായി. പക്ഷേ ആ സംഘർഷത്തിൻ്റെ പിന്നിലും ആ കൊലപാതകത്തിൻ്റെ പിന്നിലും ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഒരു നിമിഷം റൌഫ്, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അക്രമം നടത്തിയ ആളുകൾ ഓടിപ്പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണത്രേ. അവർ പോകുന്നത് SDP യുടെ ഓഫീസിലേക്കാണ് എന്ന കാര്യം കൂടെ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മഹാരാജാസിൽ 1ാം വർഷം BA പ്രവേശനം നേടിയ ഫാറൂഖ് എന്ന വിദ്യാർത്ഥി അടക്കം, തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി ബിലാൽ അടക്കം, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ AC മെക്കാനിക്കായ റിയാസ് എന്നിവരടക്കം, ഷഹൽ ഖാലിദ് എന്നീ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ, ഇവരെല്ലാം പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ ഇതിൽ സംശയിക്കാൻ നിങ്ങളല്ല, നിങ്ങളുമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ തന്നെയും പറയുന്നുണ്ട്. നിങ്ങളല്ല എന്ന് കാണേണ്ടത് എന്ത് സാഹചര്യങ്ങളാണ്, എന്ത് സാഹചര്യങ്ങൾ പരിഗണിച്ചാണ്? അല്ല, ഈ പോലീസ് CCTV ക്യാമറ ഫൂട്ടേജിനകത്ത് ക്യാമ്പസ് ഫ്രണ്ടുകാർ ഓടി SDP യുടെ ഓഫീസിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. നിങ്ങളൊന്ന്. 2, ഈ പറയുന്ന 4 പ്രവർത്തകരിൽ 2 പ്രവർത്തകർ ഞങ്ങളുടെ പ്രവർത്തകരല്ല. ഈ പറയുന്ന റിയാസും അതിനുശേഷം താങ്കൾ പറഞ്ഞ പേരടങ്ങുന്ന ഈ പറയുന്ന ആളും ഞങ്ങളുടെ പ്രവർത്തകനല്ല. ഈ പറയുന്ന ബിലാലും അതുപോലെ തന്നെ ബിലാലിൻ്റെ കൂടെ വന്ന ആളുകളും അവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നു, ചുവരെഴുതാൻ വന്നു. അപ്പോൾ SFIക്കാർ ഞങ്ങളുടെ പോസ്റ്ററിൻ്റെ മുകളിൽ വർഗീയ വിഷം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ എഴുതി വെക്കുകയും അതിൻ്റെ പേരിൽ സംസാരമാവുകയും ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അഭിമന്യുവിൻ്റെ നെഞ്ചത്തേക്ക് കത്തികുത്തി കയറ്റി അഭിമന്യുവിനെ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് കൊന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണരുത്. പോലീസ് അന്വേഷിക്കട്ടെ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഇമ്പാർഷ്യലായിട്ടുമുള്ള ഒരു പ്രോബ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവലിൽ തന്നെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് നടന്നു
നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫൈനൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാമല്ലോ. നമ്മൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി കഴിഞ്ഞ കെവിൻ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ്? ഇവിടെ ജുഡീഷ്യറി ഉണ്ട്, ഇവിടെ ഇൻഡിപെൻഡന്റ് ഏജൻസികളുണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മീഡിയകളും ദൃക്സാക്ഷികളുണ്ട്. എന്താണ് പ്രശ്നം? ഈ കൊലപാതകത്തിന് അതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ അർജുൻ എന്ന കുട്ടിയടക്കമുള്ള ആളുകളുണ്ട്. ആരാണ് കൊന്നത്, കുത്തിയത് എന്ന കാര്യം അവർക്കറിയാവുന്നതാണ്. നിങ്ങൾ അവരെയൊക്കെ നിഷേധിക്കുകയാണ്. അല്ല, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഈ SFIക്കാരുടെ മഹാരാജാസ് കോളേജ് യൂണിറ്റിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ പഠിക്കണം. ഒട്ടനവധി SFI പ്രവർത്തകരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആയുധ ശേഖരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസ്, അവിടുത്തെ പ്രിൻസിപ്പലിന്റെ കസേര തന്നെ കത്തിക്കുന്നു. അതുപോലെ നിരവധി കഴിഞ്ഞ വർഷം അവരാണ് കൊല്ലപ്പെട്ടത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്നത്. പരിക്കേറ്റ അർജുൻ അടക്കമുള്ള ആളുകളാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ ബിലാൽ കുത്തിയെന്നാണോ ഇദ്ദേഹം പറയുന്നത്? അല്ലല്ലോ, മുഹമ്മദ് എന്നൊരാളാണ് കുത്തിയത്. പിടിച്ചു കൊടുക്കായിരുന്നു. നിങ്ങളുടെ ആളുകളാണ് ഈ ജയ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ. നിങ്ങളുടെ ആളാണ് റൌഫ്. എവിടെ ആരോടാണ് ഈ പറയുന്നത്? ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പരിക്കേറ്റ ആൾ ആരാണ്? പരിക്കേറ്റ ആൾ എന്ന് പറയുന്നത് വിക്ടിമിന്റെ കൂടെയുള്ള ആളാണ്, അല്ലെങ്കിൽ വിക്ടിമാണ്. ഇവർ SFIയുടെ പ്രവർത്തകരാണ്. SFIയുടെ പ്രവർത്തകരുടെ സ്വഭാവത്തെ കുറിച്ച് സനീഷിന് ഞാൻ സ്വഭാവ പരിശോധന നിങ്ങൾ 4 കൊലപാതകം നടത്തിയ ആളുകളാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആളുകൾ പിടിയിലായതാണ്. സച്ചിൻ കൊലപാതകം ആരാണ് കൊലപാതകം നടത്തിയത്? സച്ചിൻ കൊല്ലപ്പെട്ടയാൾ SFIക്കാരനല്ലേ? ഞാൻ ചോദിക്കട്ടെ, SFIക്കാരൻ തന്നെയാണോ കൊന്നത്? ഞാൻ ചോദിക്കട്ടെ, സച്ചിൻ സ്വഭാവ പരിശോധന എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ സ്വഭാവ പരിശോധനയുടെ SFIക്കാർ തന്നെ അണിനിരത്തുന്ന തെളിവുകൾ, SFIക്കാർ തന്നെ പറയുന്ന സാക്ഷികൾ, എന്നിട്ട് പറയാണ് ഇത് ക്യാമ്പസ് ഫ്രണ്ട് ചെയ്തതാണെന്ന്. നിങ്ങൾക്ക് ഇതല്ലാതെ ഒരു കാര്യം പറയാൻ പോലും ഇല്ല. നിങ്ങൾക്ക് ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഇതല്ലാതെ ഒരു കാര്യം ഞങ്ങളല്ല എന്നല്ലാതെ എന്തെങ്കിലും പറയാൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ പ്രശ്നം സമ്മതിക്കുന്നുമുണ്ട്. നിങ്ങളുടെ പോസ്റ്ററിന് മുകളിൽ അവർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ലേ? നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ടായി. ഞങ്ങൾ മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് SFI പ്രശ്നത്തിൽ തന്നെയാണ്. MSFനെതിരെ പ്രശ്നത്തിലല്ലേ, KSUനെതിരെ പ്രശ്നത്തിലാണ്. അവരെല്ലാവരും പ്രശ്നത്തിലാണ്. ഒരു സൈഡിൽ SFI, മറ്റു കാര്യങ്ങളാണ്. അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. മഹാരാജസിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ SFI എതിർപ്പുണ്ടാകും, രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകും, ഒക്കെ ഉണ്ട്. പക്ഷേ മഹാരാജാസിനകത്ത് തന്നെയും SFIക്കാരല്ലാത്ത പ്രതീതികളുണ്ട് അവിടെ. ആ സ്ഥലത്ത് നിങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നാണ്. നിങ്ങൾ മാത്രം ഭയപ്പെടാൻ എന്താണ് ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഒന്നാണ് പറയാനുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാവട്ടെ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഷഹലും ഖാലിദും പോലുള്ള നിങ്ങളുടെ പ്രവർത്തകർ ഉണ്ടായിരിക്കെ അവർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുക ആസൂത്രിതമായി കൊലപാതകം നടത്തിയാണെന്ന് പോലീസ് പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ തന്നെയും പറയുന്നു അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പോസ്റ്ററിന് മുകളിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ നിങ്ങളല്ല എന്ന് കൊലപാതകം നടത്തിയെന്ന് പറയാൻ എന്ത് കാരണമാണോ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ത്യയുടെ ഒരു കേസ് പ്രൊസീഡിംഗ്സിന്റെ രീതി മനസ്സിലാക്കുക. മൂന്നോ നാലോ ആളുകളെ പിടിച്ചു എന്നതിന്റെ പേരിൽ അവരാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്, നിങ്ങൾ കുറച്ച് സമയം തരൂ. ഞാൻ താങ്കളിലേക്ക് വരാം. സൈമൺ ബ്രിട്ടോയിലേക്ക് പോയതിനു ശേഷം ശ്രീ സൈമൺ ബ്രിട്ടോ, അങ്ങേയറ്റം ആസൂത്രിതമായ കൊലപാതകമാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇതിനകമുള്ള വിവരം. താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ചെറുപ്പക്കാരനാണ് ഈ അഭിമന്യു. അങ്ങനെ ആസൂത്രണം ചെയ്ത് കൊല്ലപ്പെടേണ്ടുന്ന ഒരാളായിരുന്നോ ആ ചെറുപ്പക്കാരൻ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തനിക്കുണ്ട്, തനിക്കെതിരെ ഭീഷണിയുണ്ട് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നോ? ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നത്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പിന്നെ റളഫ് പറഞ്ഞ പോലെ ഈ മതിലെഴുത്തിൻ്റെ സ്ഥലം ഞാൻ പോയി ഇന്ന് കണ്ടവനാണ്. അവിടെ എപ്പോഴും SFI അവിടെ എഴുതാറുണ്ട്, അവർ ബുക്കിടെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പോസ്റ്റർ പതിച്ചിട്ട് അത് കീറിയ ഭാഗം ഞാനിന്ന് കണ്ടു. പിന്നീട് മഹാരാജാസ് കോളേജിലെ എത്ര വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഫ്രണ്ടിലുണ്ടോ എന്ന് പറയട്ടെ. മറ്റൊരു കാര്യം, ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ ഞാൻ കുട്ടികളുമായിട്ട് ആ സ്പോട്ടിലുണ്ടായിരുന്ന കുട്ടികളുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ പറയണം തന്നെ, അവർ ചെന്നു പോസ്റ്റർ ഒട്ടിക്കലും ഇതുമായിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായ അവസരത്തിലാണ് 10-20 പേര് ആ സ്പോട്ടിൽ എങ്ങനെ ആ സമയത്ത് വരുന്നു. അവർ വന്നിട്ട് ഏതാണ്ട് ഒരേ ആകൃതിയുള്ള ഒരേ ബോഡി ലാംഗ്വേജിലുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. അവർ വന്നിട്ട് പറയും നമുക്കിത് പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞ് വിളിക്കുമ്പോഴാണ്
അഭിമന്യു പോലുള്ളവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം ഇടിക്കട്ടെ എന്തോ പോലെ സാധനം വെച്ച് ഇടിക്കുകയും ആദ്യമായിട്ട് കത്തി കയറ്റുകയും ചെയ്യണേ. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഞാൻ താങ്കളിലേക്ക്. ശ്രീ നസറുദ്ദീൻ ചേന്ദമംഗലൂർ, ഇവരുടെ പങ്കാളിത്തം നിഷേധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാ സംഘടനകളും അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് എത്രമാത്രം രോഷമുണ്ട്, എത്രമാത്രം തെളിവുകളുണ്ട് എന്നൊക്കെ പ്രാഥമിക ഘട്ടത്തിൽ പറഞ്ഞാലും ഞങ്ങളല്ല എന്ന് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ അവസരം അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലമെങ്കിലുമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഒരു കൊലപാതകം നടന്നിട്ടില്ല. അദ്ദേഹം ശ്രീ സൈമൺ ബ്രിട്ടോ പറഞ്ഞു തുടങ്ങിയതുപോലെ അങ്ങേയറ്റം നിഷ്ഠൂരമായ വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരനെതിരെയുള്ള അതിക്രമവുമായി പോയി. ഏത് നിലക്ക് കാണണം ഇതിനെ? അല്ല, ആദ്യമായിട്ട് ശ്രീ റൌഫ് ഇവിടെ നിഷേധിച്ചത് കണ്ടു. അത് നിഷേധിക്കട്ടെ. സാങ്കേതിക അർത്ഥത്തിൽ കോടതി വിധി വരുന്നത് വരെ നമുക്ക് അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കാം. പക്ഷേ അത് നന്നേ ചുരുങ്ങിയത് റൌഫിന്റെ പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് പോരാടുന്നവരോട് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം അവർ ഇത് നിഷേധിക്കാൻ നിൽക്കുന്നില്ല. അവർ സനീഷ് കണ്ടു കാണും. അവരെല്ലാം ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു സംഘടനയുടെ ആൾക്കാരും മുസ്ലിം സമുദായത്തിനോ അതിന് പുറത്തുള്ള വേറെ ഒരു കൂട്ടരും ന്യായീകരിക്കാതിരിക്കുമ്പോൾ ഇവർ ശക്തമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനും അല്ലെങ്കിൽ SDPIക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ വാദിക്കുന്നവർ നിരന്തരമായിട്ട് ഇന്ന് ന്യായീകരിക്കുകയായിരുന്നു. അപ്പൊ അവർ നിഷേധിക്കുകയല്ല. അപ്പം നന്നേ ചുരുങ്ങിയത് റൌഫിന്റെ പാർട്ടിക്കാരോടുകൂടി ഇങ്ങനെ നിഷേധിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് നന്നാവുമായിരുന്നു. അല്ലെങ്കിൽ അവർ ന്യായീകരിക്കേണ്ടതില്ലായിരുന്നു. ഒന്ന്. ഇനി രണ്ടാമത് സനീഷ് ചോദിച്ച ചോദ്യം, നമ്മൾ ഇതിൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇവിടെ ശ്രീ CP ജോൺ പറഞ്ഞ പോലെ ഒരുപാട് ക്യാമ്പസിന് പുറത്ത് നിന്നുള്ളവർ വന്നിട്ടുള്ള അക്രമം ഒരുപാട് നടന്നിട്ടുണ്ട് പണ്ട്. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ക്യാമ്പസിന് പുറത്തുള്ളവർ CITUക്കാരോ NTUCക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും ക്യാമ്പസിനകത്ത് പ്രവേശിച്ചിട്ട് അക്രമം നടത്താറില്ല. അതിലൊക്കെ കേരളീയ സമൂഹം അല്ലെങ്കിൽ കേരളീയ ക്യാമ്പസുകൾ കുറച്ചൊക്കെ എങ്കിലും മുന്നേറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് അതും പ്രത്യേകിച്ച് ഒരു പ്രകോപനവും അങ്ങനെ പറയത്തക്ക പ്രകോപനം ഒന്നുമില്ലാത്ത വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് പറ്റിപ്പോകുന്നതോ ഒരു കുത്തിന് എങ്ങനെയെങ്കിലും മരിച്ചു കൊല്ലപ്പെട്ടതോ ഒന്നുമല്ല. അതും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് വട്ടവട പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു ആദിവാസി പയ്യനെ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് വളരെ നീചമായിട്ട് ആസൂത്രിതമായിട്ട് പ്രകോപനമില്ലാതെ കൊല്ലുന്നെങ്കിൽ എന്താണ് ആ കൊല്ലാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് പോപ്പുലർ ഫ്രണ്ട് അതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ SDPIയുടെ ലോകവീക്ഷണം, അവരുടെ ഒരു ലോകവീക്ഷണമുണ്ട്. അവരുടെ പാർട്ടി അണികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി അണികൾ മനസ്സിലാക്കുന്ന അതിൽ ജനാധിപത്യപരമായ രീതികളെയാണ് അവർ ഭയപ്പെടുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ ഇപ്പം SFIയുടെ കാര്യം തന്നെ എടുക്കുക. ഇവിടെ മഹാരാജാസ് ക്യാമ്പസിൽ SFI ഇതര സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ആരോപണമാണ്. അതേസമയം ന്യൂനപക്ഷ സംഘടനകൾ അടക്കമുള്ളവർ ഇവിടെ ഫ്രാറ്റേണിറ്റി മൂവ്മെന്റോ അതുപോലുള്ള മറ്റു സംഘടനകളൊക്കെ കഴിഞ്ഞ തവണ മത്സരിച്ച് അതിനെതിരെ നിരന്തരമായി പോരാടി കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ചരിത്രവുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല സംഘടനകളും ആളുകളും ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചാണ് പോരാടുന്നത്. പോപ്പുലർ ഫ്രണ്ട് യഥാർത്ഥത്തിൽ ഭയക്കുന്നതും അതാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സംഘപരിവാർ പോലുള്ളവർ അതിനെ അട്ടിമറിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ശക്തികൾ അതിനെ അട്ടിമറിക്കുന്നതാണ് പ്രശ്നമെന്ന്. അല്ല, യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെതല്ല പ്രശ്നമെന്ന് അവർ മനസ്സിലാക്കുന്നു. ആ ജനാധിപത്യത്തെയും അതിൻ്റെ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തലും ശക്തിപ്പെടുത്തലും മാത്രമാണ് അതിന് പരിഹാരമെന്നും അവർ വിലയിരുത്തുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഇവിടെ എല്ലാ ക്യാമ്പസുകളിലും എല്ലായിടത്തും സമാധാനപരമായിട്ട് ന്യൂനപക്ഷ സംഘടനകൾ പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ അടുത്തെത്തുമ്പോൾ ഇത് മാറുകയാണ്. നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ അടുത്ത കാലത്തുള്ള കൈവെട്ട് സംഭവം എടുത്തു നോക്കിയാലും, അല്ലെങ്കിൽ ഇപ്പോൾ സംഘപരിവാറിന്റെ ചിലർ ആസൂത്രണം ചെയ്തതായിരുന്നു വാട്സപ്പ് വഴിയുള്ള ഹർത്താൽ, അതും ഇവരായിരുന്നു ഏറ്റെടുത്തതും വിജയിപ്പിച്ചതും വലിയ തോതിൽ അക്രമം അഴിച്ചു വിട്ടതിലും ഇവരുണ്ടായിരുന്നു. ഇപ്പൊ എടുത്തു നോക്കിയാൽ ഈ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകവും ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരും പാർശ്വവൽകൃതരും അവർ ജനാധിപത്യത്തിന്റെ സാധ്യത ഉപയോഗിച്ച് പോരാടുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ കായികമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനവും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം തീവ്രവാദ ചിന്താഗതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ന് സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞു. തീവ്രവാദ ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊലപാതകം നടത്തുക എന്നത് ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാകുമെന്നാണ്.
അതിന് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയം തീവ്രവാദ രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? 2005 കേരളത്തിൽ രൂപീകരണപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ട് 2009 ദേശീയ അടിസ്ഥാനത്തിലേക്ക് മാറ്റപ്പെടുകയും ദേശീയ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്ത് 12ഓളം സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഐഡിയോളജി നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഡൗൺ ട്രോഡൻ ആയിട്ടുള്ളൊരു സെക്ഷൻ്റെ ജസ്റ്റിസ്, അവരുടെ എംപവർമെൻറ്റ്, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇതിനു വേണ്ടി ക്യാമ്പസുകളിൽ വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആദ്യമായി ഈ സംഘടന രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ എൻട്രൻസിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തത്. ആൻറ്റി റാഗിംഗ് പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോഴും നിങ്ങൾക്കൊരു കാര്യം അറിയൂ, ഒരു സംഘടന എന്ന നിലയിൽ ഞാനൊന്ന് പറഞ്ഞില്ല, ഒരു സംഘടന എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവകാശം തരണം. ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഒരു സംഘടന എന്ന നിലയിൽ മദ്യം ഉപയോഗിക്കുന്നത്, ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ക്യാമ്പസിൽ വെച്ച് പുലർത്താൻ കഴിയുകയില്ല. 2005 തുടങ്ങി ഇക്കാലമാകുന്ന നടക്കുന്ന 4 കൊലപാതകം, 4 കൊലപാതകത്തിന്റെ പ്രതികൾ നിങ്ങളുടെ ആളുകളാണ്. സനീഷ്, എനിക്ക് സനീഷിനോട് ഇൻഫോർമേറ്റീവായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്നലെ നടന്ന ഒരു സംഭവം ഇനി കേരള രാഷ്ട്രീയത്തിൽ ആവർത്തിക്കുവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഞങ്ങളെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ CCTV ഫൂട്ടേജ് ഇവിടെ പ്ലേ ചെയ്യും, നമുക്ക് നോക്കാം. പിന്നെ പോലീസിന്റെ കയ്യിൽ അതുണ്ട്, പോലീസിന്റെ കയ്യിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൽ വിശ്വസിക്കാൻ കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെയായിരുന്നു. RSS നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച് നിങ്ങൾ CCTV പിറ്റേ ദിവസം മുഹമ്മദ് ജെ ആരാണ്? ആരാണ് മുഹമ്മദ് ജെ? ആരാണ് കൊലപാതകത്തിൽ മുഹമ്മദ് ആരാണ് പറയൂ? ചർച്ചകളിൽ കയറി ഇരുന്നിട്ട് ഇത് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏക സംഘടനാ ഭാഷ ഇതിൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ഒരു ക്രൈം നടന്നിട്ടുണ്ട്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കും. വെറുതെ പോലീസുകാരെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ബയാസ് ചെയ്യപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് ഇവിടെ വരരുത്. നിങ്ങൾ SFIക്കാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഈ മഹാരാജാസ് കോളേജിൽ SFIക്കാർക്ക് എന്ത് നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റാ നമ്മളിവിടെ കൊടുക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കണം. ആയുധങ്ങൾ കണ്ടെത്തിയ ക്യാമ്പസ്, പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ച ക്യാമ്പസ്, പെണ്ണും കഞ്ചാവുമായി നിരവധി പ്രവർത്തകരെ ഒരു മോറൽ എന്നുള്ള ഇതിൽ നിന്ന് വിട്ടുകൊണ്ട് ഇമ്മോറലായിട്ട് ഗവൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ SFI. ഈ SFIയുടെ കുറച്ച് പ്രവർത്തകർ വന്നിട്ട് ഇത് ചെയ്തത് ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? തെളിവുകൾ വരട്ടെ, പോലീസിന്റെ അന്വേഷണം വരട്ടെ. പോലീസിന്റെ അന്വേഷണം വന്നതിന് ശേഷം അന്വേഷണത്തിന് എൻക്വയറി റിപ്പോർട്ട് വന്ന് കോടതി വിധിക്കട്ടെ. അല്ലാതെ ജനാധിപത്യപരമായിട്ടുള്ള പോകുന്ന അഭിപ്രായമുണ്ട്. നിങ്ങളുടെ പോസ്റ്ററിന് മേൽ അവരെന്തോ എഴുതി വെച്ചു എന്ന അഭിപ്രായമുണ്ട്. നിങ്ങളാണ് കൊന്നത്. ഞങ്ങളുടെ പോസ്റ്ററിന്റെ മുകളിൽ അവരെന്തോ എഴുതി നമ്മളുമായി ഒരു സംഘർഷം നടന്നു എന്നതിന്റെ പേരിൽ ഞങ്ങളാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇന്ന് രാവിലെ ആലപ്പുഴയിൽ കായംകുളത്ത് എവിടെയാണ് SFIക്കാരൻ വെട്ടുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പറഞ്ഞല്ലോ. ബിലാൽ ഞങ്ങളുടെ പ്രവർത്തകനാണല്ലോ, അയാളാണ് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ഞങ്ങളുടെ സാധാ ജനങ്ങളുടെ നിന്ന് ടാക്സ് പിരിച്ച് പോലീസിന് കൊടുക്കുന്നത്. അവരന്വേഷിക്കട്ടെ. അതിനുവേണ്ടി ഇവിടെ ഏജൻസികളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, വിറ്റ്നസിനെ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇന്ന് രാവിലെ കായംകുളത്ത്
വാസ്തവം എടുക്കും. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ കായംകുളത്ത് ഒരു SFIക്കാരന് വെട്ട് കിട്ടി, ക്യാമ്പസ് ഫ്രണ്ടുകാരനാണ് വെട്ട് കിട്ടിയതെന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നു. ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ പ്രവർത്തകനെ അടിച്ച് മെഡിക്കൽ കോളേജിലാക്കി എന്നതല്ലാതെ ഒരൊറ്റ SFIക്കാരനോട് വെട്ട് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന SFIയുടെ വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു? അങ്ങനെ നിങ്ങൾ ഇത്തരം കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആന്റി മോറൽ പോളിസികൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു SFIയുടെ വാക്ക് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് ഡെമോക്രാറ്റിക് വാല്യൂവിൽ ജസ്റ്റിസ് പുലരണം, ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യണം എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ വാക്ക് നിങ്ങൾക്ക് ഇൻഇക്വാലിറ്റിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സംസാരം നിങ്ങൾ ഇവിടെ സംസാരിക്കരുത്. ഒരു നിമിഷം ശ്രീ സൈമൺ ബ്രിട്ടോ, എനിക്ക് പറയാനുണ്ട്. പറയൂ. റളൌഫെ, വളരെ ശാന്തമായി നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്ന റളൌഫ് കേൾക്ക്. ഒന്ന്, പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച സാഹചര്യം എന്താണ്? ഹോസ്റ്റലിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. രണ്ട്, ഏത് വിദ്യാർത്ഥിയാണ് കള്ളും കഞ്ചാവും മധുരാക്ഷിയുമായിട്ട് നടന്നത്? പറ. അതിലേക്കൊന്നും പോകണ്ട എന്നാണ് പറയൂ. അതിലേക്ക് പോകണ്ട എന്നാണ് ഞാൻ പറയുക. നമുക്ക് ഈ വിഷയത്തിൽ നിൽക്കാം. അതിലേക്ക് പോകണ്ട എന്നാണ് ഞാൻ പറയുക. അതിലേക്ക് പോകാം, നമ്മുടെ സമയം കുറവാണ് എന്ന് മാത്രമല്ല അത്തരം വിഷയങ്ങളിലേക്ക് പോകാനുള്ള റൌഫിന്റെ ശ്രമം കൂടെയാണത്. ഇത് അദ്ദേഹം ഇവരല്ല കൊലപാതകം നടത്തിയത് എന്തെങ്കിലും കാര്യങ്ങൾ ആരാണ് കള്ളും കള്ളും കഞ്ചാവും കഴിച്ചു വ്യക്തമാക്കണം. വ്യക്തമാക്കി തരാം. എനിക്ക് സമയം തരും, ഞാൻ വ്യക്തമാക്കി തരാം. എനിക്കതിന്റെ ആവശ്യം 2001 മുതൽ 2003 വരെ. ശ്രീ സൈമൺ ബ്രിട്ടോ, താങ്കളാണല്ലോ അവിടെ മുഴുവൻ നേരവും ഉണ്ടായിരുന്നത്. ആ കുട്ടികളെ വളരെ അടുത്ത പരിചയമുള്ള ആളാണ്. ഇവരിപ്പോഴും പറയുന്നു ഇവരല്ല എന്ന്. ഇവരെ നമ്മൾ വെറുതെ സംശയിക്കുകയാണ് എന്ന് കരുതേണ്ടുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിനുള്ള തെളിവുകളുണ്ടോ? ഞാൻ പറയുന്നത് ഈ സംഭവം വെൽ പ്ലാൻഡ് ആണ്. ഈ സംഭവം അസാധാരണമാണ്. സാധാരണ ഒരു മർഡർ അല്ല ഇത്. ഈ പറയുന്ന ആൾക്കാർ കുട്ടികളോട് തർക്കം തീർക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആദ്യം ഇവരെ ഇടിച്ചിട്ട് പിന്നെ കുത്തനാണ്. അതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടണേണ്. അവർ വാഹനങ്ങൾ എവിടെയുണ്ടെന്ന് ഉണ്ടായിരിക്കണം. അവരെവിടേക്കോ ഹൈഡിങ് പ്ലേസ് ഉണ്ട്. ഇത് വളരെ വെൽ പ്ലാൻഡ് ആണ്. ഈ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായിട്ടുള്ള ഒരു ദരിദ്രനായ വീട്ടിലെ ഒരു കുട്ടിയെ കൊന്നിട്ട് എന്ത് കിട്ടും? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഒരു തീർപ്പ്, അതായത് ക്യാമ്പസ് രാഷ്ട്രീയം ജനാധിപത്യപരമായിട്ട് ക്യാമ്പസിൽ രാഷ്ട്രീയം പ്രവർത്തിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അടുത്ത ആഴ്ചയിൽ തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ ജനാധിപത്യപരമായിട്ട് ക്യാമ്പസ് പ്രവർത്തിക്കരുത്. എന്നാൽ മാത്രമേ ക്യാമ്പസ് ഫ്രണ്ടിനെ പോലുള്ള മത തീവ്രവാദ പ്രസ്ഥാനത്തിന് ഇവിടെ വേര് ഉറപ്പിക്കാൻ ശ്രമിക്കാൻ കഴിയുള്ളൂ. ഇത് കേരളമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ശ്രീ സൈമൺ ബ്രിട്ടോ, ഇവർ പറയുന്നത്, റൌഫ് പ്രത്യേകിച്ചും പറയുന്നത് ഞങ്ങളാണെന്നതിന് എന്ത് തെളിവാണുള്ളത് എന്നാണ്. ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങളാണെന്നതിന് തെളിവാണുള്ളത്. SFIക്കാർ പറയുന്ന വാക്കുകളല്ലേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയാം. ഒന്ന്, ഇത്തരം ഒരു പ്രവൃത്തി ആർക്കാണ് ആവശ്യകത? ഈ ക്യാമ്പസിൽ SFI പ്രവർത്തകർക്ക് നേരെ, SFIക്ക് നേരെ ഇത്രയും മാരകമായിട്ടുള്ള ഒരു ആക്രമണം വെൽ പ്ലാൻഡ് ആയിട്ട് നടത്താൻ കഴിയുന്നത് ആർക്കാണ്? ഞാൻ ചോദിക്കുകയാണ്. ആർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇത്രയും പല പൂർവ്വകാല കഥകൾ എടുക്കുമ്പോൾ ഇത് ആർക്കാണ്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റൌൾഫിന്റെ മുഖത്ത് നോക്കി ഞാൻ റൌൾഫെ നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കബളിപ്പിക്കരുത്. ഞാൻ നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷെ ഇത്രയും പ്ലാൻഡ് ആയിട്ട് നടത്തുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോ ISI തീവ്രവാദികള് അവരിവിടെ നിന്ന് കൺവെർട്ട് ചെയ്ത് മതപരിവർത്തനം നടത്തിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ക്യാമ്പസിലെ നിർവീര്യമാക്കുക, ഭയപ്പെടുത്തുക, അവിടെയുള്ള കുട്ടികളെ ഹയർ ചെയ്യുക. അത് ആരുടെ ആവശ്യമാണ്? ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയുന്നില്ലല്ലോ. ജനങ്ങൾക്കറിയാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരുടെയാണെന്ന്. അതാണ് ഞാൻ പറയുന്നത്. ശ്രീമതി ഷാഹിദ കമാൽ ഇവിടെ ഞങ്ങളല്ല എന്ന് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് അങ്ങനെ ആയിരിക്കണം. അവർ സത്യസന്ധരും നിരപരാധികളുമാണ് എന്ന് വിചാരിക്കാൻ എന്തെങ്കിലും കാരണം താങ്കൾക്കുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അതിക്രൂരവും പൈശാചികവും അപലപനീയവുമായ ഒരു സംഭവത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. ശ്രീ അഭിമന്യുവിന് ആദരാഞ്ജലി അർപ്പിക്കുവാനും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിലൊപ്പം ചേരുന്നതോടൊപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ വലിയ ദുഃഖവും നിരാശയുമാണ് തോന്നുന്നത്. കാരണം ഒരു കുട്ടി, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ നിലവിളി ഇപ്പോഴും എൻ്റെ കാതുകളിൽ, നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ
ആ മകൻ പഠിച്ചു വളർന്ന് നല്ല നിലയിലെത്തി ഞങ്ങളുടെ കുടുംബത്തെ നോക്കും എന്ന പ്രതീക്ഷയോടെ ഒരു മകനെ കോളേജിലേക്ക് അയച്ച് ഇന്ന് ആ മകനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആ കുടുംബത്തിലെ മാതാപിതാക്കളുടെ മുന്നിൽ കൊണ്ട് വെക്കുമ്പോൾ ആ മണ്ണ് പോലും ഉണങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഇനിയും കേരളത്തിൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു ചർച്ച നടക്കേണ്ടതിന് പകരം പരസ്പരം പോർവിളി നടത്തിക്കൊണ്ട് വീണ്ടും ആളുകളെ മനസ്സിൽ കലാപത്തിൻ്റെ വിത്തുകൾ വിതറുന്ന രീതിയിലുള്ള ഇത്തരം ചർച്ചകളോട് തന്നെ എനിക്ക് വലിയ വേദനയുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളല്ല നമുക്ക് വേണ്ടത്. ആരോഗ്യകരമായ ചർച്ചകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ കലാലയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്ന സമയമാണ്. ഒരു നിമിഷം ശ്രീമതി ഷാഹിദ കമാൽ, നമുക്ക് ആരോഗ്യകരമായ ചർച്ചയിലേക്ക്, ആ പോയിന്റുകളിലേക്ക് വരാം. അതുകൊണ്ട് ശ്രീ സി പി ജോൺ ഇവിടെ എന്തൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ചർച്ച നടത്തണമെന്ന് പറഞ്ഞാലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ മുൻവിധിയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടായിരിക്കണം ഈ ചർച്ച മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ ആ മുൻവിധിക്ക് കണക്കായ തെളിവുകളാണ് അവിടെ നിന്ന് വരുന്നത്. താങ്കൾ അതിനെ ആ നിലക്ക് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് കാണുന്ന ആൾ തന്നെയാണോ? ഞാൻ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അക്രമത്തെയും കൊലപാതകത്തെയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പ്രതിഷേധിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുകയാണ്. അതിലൊന്നും യാതൊരു ന്യായീകരണവും ഇല്ല. അത്തരത്തിലുള്ള ഒരു സംഘടനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും എവിടെയും ആവശ്യമില്ല. പക്ഷെ കേരളത്തിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള സമീപനം എന്താണ് എന്നെല്ലാവരും ശാന്തമായിട്ട് ആലോചിക്കണം. ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ചല്ലോ പല കാര്യങ്ങളും. കോടതി തീരുമാനിച്ച് ഇന്ന ആളുകൾ കുറ്റവാളികളാണ് എന്ന് പറയുകയും അവർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം കിടക്കുകയും ചെയ്യുമ്പോൾ അവരെ വീണ്ടും പല രാഷ്ട്രീയ കക്ഷികളും അവരുടെ സമിതികളിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഭരണഘടനാപരമായ സാധ്യത എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ സന്ദർഭത്തിൽ ഇന്ന് രാത്രി അതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഒരു വലിയ മാന്യതയുടെ പരിവേഷം കൊടുത്തുകൊണ്ട് മന്ത്രിമാരും ആഭ്യന്തരമന്ത്രി പോലും അവർക്ക് മാന്യതയുടെ പരിവേഷം നൽകുന്നു. അപ്പോൾ കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം വേണോ വേണ്ടയോ? ക്യാമ്പസുകളിൽ ശാന്തത വേണോ? കേരളത്തിൽ റാഗിംഗ് നടക്കണമോ? ഇത് തുറന്ന് ചർച്ച ചെയ്യണം. ഇത് തുറന്ന് ചർച്ച ചെയ്യാതെ ഓരോ സന്ദർഭങ്ങളുടെയും ഈവൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പ്രോസസ്സിനെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല. ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിരന്തരം കൊല നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ, ഞാൻ കണ്ണൂർ ജില്ലക്കാരനല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇടപെടുന്നതിനോട് ക്ഷമിക്കണം, എന്നാലും എനിക്ക് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്. അതായത് അവിടെയും നമ്മൾ ഈ പ്രശ്നം എടുക്കുമ്പോൾ കണ്ണൂരിലടക്കം രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്ന നിരവധിയായുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളോട് ഇന്നിപ്പോൾ മഹാരാജാസിൽ നടന്ന സംഭവത്തെ ചേർത്ത് വെക്കുന്നതിൽ വലിയ അനീതിയില്ലേ, ശരിയില്ലായ്മയില്ലേ? ഒരു 10-20 വർഷമെങ്കിലുമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത്, ക്യാമ്പസിനകത്ത് ഇത്രയ്ക്ക് നിസ്സാരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട്, ഇത്രയ്ക്ക് നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല. അതിനെ ആ നിലക്ക് പ്രത്യേകമായിട്ട് കാണേണ്ടതല്ലേ? ക്യാമ്പസിനകത്തേക്ക് ചില സംഘടനകളുടെ, മുതിർന്ന സംഘടനകളുടെ ആളുകൾ വരിക, കൊലപാതകം നടത്തുക, ചെറിയ പ്രത്യേകമായിട്ട് കാണേണ്ടതല്ലേ? ചരിത്രമുണ്ട്. ആറാം ക്ലാസ്സിൽ കയറിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന്റെ പുറകിൽ കോളേജിലെ സ്കൂളിലെ പ്രശ്നമല്ലേ? ഷുഹൈബ് എന്ന് പറയുന്ന കൊച്ചിനെ, ചെറുപ്പക്കാരൻ എന്നെ കൊന്നതിന്റെ പുറകിൽ സ്കൂൾ തെരഞ്ഞെടുപ്പല്ലേ? അല്ലേ? സ്കൂൾ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രശ്നത്തെ തുടർന്നല്ലേ ഇതുപോലെ ഇതിലും അധികം എന്ന് പറയാം ആസൂത്രിതമായി ഒരു വീട്ടിൽ പോയി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് അവിടെ വന്ന് ചായ കുടിക്കാനിരുന്ന ഷുഹൈബ് വെട്ടിക്കൊല്ലപ്പെട്ടു. ഞാൻ പാർട്ടികളുടെ പേര് പറയുന്നില്ല. അപ്പം നമുക്കിതിനോട് ആത്മാർത്ഥമായിട്ടൊരു വിരോധമുണ്ടോ? ഈ ഷുഹൈബിൻ്റെ വീട് ആരെങ്കിലും സന്ദർശിച്ചോ? എന്താണ് കേരളത്തിലെ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സമീപനം? കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ എന്താണ് പോവാത്തത്? എന്താണ് കെവിൻ്റെ വീട്ടിൽ മന്ത്രിമാർ പോവാത്തത്? ഒരു SFIക്കാരനാണ് കെവിൻ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദളിത് ക്രൈസ്തവൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിൽ പ്രസിദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്ലാത്തറ ചാക്കോയുടെ മകൻ്റെ മകനാണ് കെവിൻ. ആ കെവിനെ പിടിച്ചു കൊണ്ടുപോയി കൊന്ന് തോട്ടിലേക്ക് എറിഞ്ഞു. ഞാൻ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രീ സൈമൺ ബ്രിട്ടോ, ഇവിടെ നിരവധിയായി നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും മറ്റ് സംഭവ വികാസങ്ങളുടെയും കൂടെ ചേർത്ത് വെച്ച് നോക്കാൻ മാത്രം പറ്റുന്നൊരു സംഭവമാണ് ഇന്നിപ്പോൾ മഹാരാജാസിൽ നടന്നിരിക്കുന്നത് എന്ന് താങ്കൾ പറയുമോ? എന്ന് വെച്ചാൽ മറ്റെല്ലാ സംഭവങ്ങളുടെയും കൂടെ ചേർത്ത് ഏതാണ്ട് അത്രമാത്രം ഗൗരവത്തിൽ കണ്ടാൽ മതി ഇതിനെ, അങ്ങനെ തന്നെ വിശാലമായിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് നിർത്ത് വേണം ഇതിനെയും കാണാൻ എന്ന് താങ്കളും പറയുമോ? അല്ല, എനിക്കും ജോണിനും അറിയാവുന്ന ഒരു വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. SFIയുടെ എത്ര പേരെയാണ് കൊന്നേക്കണത്? SFIയുടെ എത്ര പേര് രക്തസാക്ഷികളായി?
ഏതെങ്കിലും ഒരാളെ SFI കൊന്നിട്ടുണ്ടോ? ജോണ് പറയട്ടെ, അത് വ്യക്തമാക്കണം. മറ്റു കാര്യങ്ങൾ, ഇത് ക്യാമ്പസിന്റെ പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അത് മറ്റൊരു കാര്യം. പക്ഷെ അതിപ്പോ ജോൺ ഈ സന്ദർഭത്തിൽ അത് വ്യക്തമാക്കേണ്ടിയിരുന്നു. ദേവപാലം മുതല് ഇവിടെ അഭിമന്യു വരെയും SFIയുടെ എത്ര പേരെയാണ് ആരാണ് ഷുഹൈബിനെ കൊന്നത്? ആരാണ് MSF നേതാവായ 21 വയസ്സ് പമ്പ പരിമല കോളേജില് ABVP-ക്കാരെ ഓടിച്ച് കുളത്തിലിറക്കുകയും ദുർഗാദാസ് എന്ന് പറയുന്ന യുവാവ് സ്വന്തം സഹോദരിയെ സ്വന്തം സഹോദരിയെ NSS നിലമേൽ കോളേജിൽ കൊണ്ടുവിട്ട് SFIക്കാര് വെട്ടിക്കൊലപ്പെടുത്തി. സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് അവർക്ക് ധൈര്യം കിട്ടുകയല്ലേ ഉള്ളൂ. നേരത്തെ അല്ലെങ്കിൽ അവർ മറ്റുള്ള സംഘടനകളുമായി പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നത്തിന്റെ മൂല കാരണം ആരാണെന്നാണ് പഠിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ക്ലാസ് കൊടുത്തിട്ട് നോക്കുമോനെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാർ SFIക്കാരാണ്. അതുകൊണ്ട് ഈ കൊലപാതകത്തിൽ എന്നാണ് വിളിച്ചിരുത്തിയിട്ട് ഈ കുറ്റം ക്യാമ്പസിന്റെ തലയിലേക്ക് നിങ്ങൾ കെട്ടിവെക്കുക ചെയ്യരുത്. നിങ്ങൾ അന്വേഷണത്തിനെ നേരിടൂ. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് പിന്നിലെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാൻ തയ്യാറ് തന്നെയാണ്. ശ്രീ നസ്രുദ്ദീൻ ചേന്ദമംഗലൂർ, ഇവിടെ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും അവർക്ക് മുമ്പേ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടല്ല ഒരു കൊലപാതകത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സാധാരണഗതിയിൽ കണ്ടാൽ മതി എന്ന നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കാനാവുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും CP ജോണൊക്കെ പറഞ്ഞതിൽ ചെറിയ ഒരു ശരിയുണ്ട്, വസ്തുതയുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾ ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട്, അവിടെ അക്രമമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കേരളീയ സമൂഹത്തിൽ തന്നെ രാഷ്ട്രീയ സംഘടനകൾ പതിവാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഏകീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഈ കൊലപാതകം തന്നെ എടുത്തു നോക്കിയാൽ കേരളത്തിൽ ക്യാമ്പസിന് പുറത്ത് നിന്നുള്ളവർ വന്ന് ക്യാമ്പസിനകത്ത് അക്രമം അയച്ചുവിടുന്ന പ്രവണത കുറേ നാളായിട്ടില്ലാത്തതായിരുന്നു. അതേപോലെ തന്നെ ക്യാമ്പസിൽ കൊലപാതകം എത്രയോ വർഷങ്ങളായിട്ട് നിലച്ചതായിരുന്നു. അപ്പൊ അതിനെ വീണ്ടും തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് മറ്റുള്ളവയുമായിട്ട് ഏകീകരിച്ച് സമീകരിക്കുന്നത് ശരിയല്ല. അത് തീർത്തും പുതിയൊരു, അല്ലെങ്കിൽ പണ്ട് നിലച്ചു പോയ ഒരു പ്രതിഭാസം, ഒരു നിഷ്ഠൂരമായിട്ടുള്ള ഒന്ന് വീണ്ടും തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഏകീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സംഗതി, ഇതിൽ തന്നെ ഒരു സംഘട്ടനത്തിന് തുടങ്ങിയിട്ടുണ്ടായ ഒരു കൊലപാതകമല്ല ഇത്. ഇത് പ്രകോപനമില്ലാതെ കൊലപാതകത്തിന് വേണ്ടി കൊലപാതകം ചെയ്തതാണ്. അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഇടപെടലുകളെ അട്ടിമറിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിലാണ്. എന്നെ പറയാൻ അനുവദിക്കും. ഞാൻ താങ്കൾ പറയുമ്പോൾ ഒരിക്കൽ പോലും ഇടപെട്ടിട്ടില്ല. ഞാൻ താങ്കൾ പറയുമ്പോൾ ഒരിക്കൽ പോലും ഇടപെട്ടിട്ടില്ല. അവിടെ നിന്ന് പുറത്താക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം അതിന്റെ ഭാഗമായിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നടന്നിരിക്കുന്നത് പറയുമ്പോൾ താങ്കൾ ഒരേ സമയം ശരിയും പറയുകയാണ്. ഇത് ഒറ്റ സംഭവം മാത്രമായിട്ട് കാണരുത്, ഒറ്റ സംഭവം മാത്രമായിട്ട് കാണരുത് നിങ്ങൾ പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ സമ്മതിക്കുകയാണെന്ന് പറയുന്നു. പിന്നെ എന്താണ് എനിക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ചർച്ചയുടെ ആകമാനമുള്ള കാര്യം SFIക്കാർക്കെതിരായിട്ടുള്ളതോടുകൂടി താങ്കൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ ഭാഗമായി അതിന് ഒടുവിലത്തെ സംഭവമായിട്ട് കൊലപാതകം നടന്നിരിക്കുന്നതാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ തന്നെ അതിനെ കാണാം. അങ്ങനെയാണ് പറഞ്ഞത്. SFIക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ പരിശോധിക്കുക. ഞാനൊന്ന് പറഞ്ഞു പറയുന്ന കാര്യം വീടിന് നേരെ SFIക്കാർ ഞാനതിൽ ദുഃഖിക്കുന്നു, ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കാനായിട്ട് SFIക്കാരെ കുറ്റം പറയുകയായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ പറയൂ, മഹാരാജാസ് കോളേജിലെ ഈ ഒരു ചുവരെഴുത്ത് ഇങ്ങനെ മാത്രം കൊലപാതകത്തിലേക്ക് നയിക്കേണ്ടുന്ന കാര്യമുണ്ടായിരുന്നോ? കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? പിന്നെന്താണ് ഇവിടെ നടന്നത്? പിന്നെ താങ്കൾ തന്നെ പറയുന്നു, താങ്കൾ പറഞ്ഞു
കേൾക്കണം പറയുന്നത് അതൊക്കെ അത് ശരിയാണല്ലോ. അങ്ങനെയല്ല എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാലും അങ്ങനെ തന്നെയാണ് നടക്കുക. ഇതിന്റെ അന്വേഷണം ഫണ്ടുകാരെ ഇതിന്റെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഡിബേറ്റ് വിളിച്ചിട്ടുള്ളത്? അല്ലല്ലോ. ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക. നമുക്ക് ഒറ്റക്കെട്ടായി SFI ആണല്ലോ കേരളത്തിൽ നിരവധി അക്രമങ്ങൾ എനിക്കറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ക്യാമ്പസ് ഫ്രണ്ടുകാരനാണ് കൊല്ലപ്പെടുന്നത്, അപ്പൊ അവർക്കെതിരായിട്ടാണോ നിൽക്കേണ്ടത്? എവിടെ നിന്നാണ് നിങ്ങൾ രാഷ്ട്രീയം? ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം അരങ്ങേറപ്പെട്ടത്? അതിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. രോഗം അറിഞ്ഞിട്ട് നിങ്ങൾ അതിനെ ചികിത്സിക്കുക. അല്ലാതെ രോഗം ഇതാണ്. നേരത്തെ തന്നെയും SFIക്കാർ കുഴപ്പമുണ്ടാക്കി. ചോദ്യത്തിന് മറുപടി തരും. റൌഫെ അവിടെ കുഴപ്പമുണ്ടാക്കി SFIക്കാർ ശരിയല്ല എന്നല്ലേ പറയുന്നത്? റൌഫെ അതവിടെ നിൽക്കട്ടെ. അതായത് SFIക്കാർ കുഴപ്പമുണ്ടാക്കി എന്നല്ലേ താങ്കൾ പറയുന്നത്? SFIക്കാർ കുഴപ്പമുണ്ടാക്കി. നേരത്തെ അവർ ജനാധിപത്യത്തിന് സമ്മതിക്കുന്നില്ല, അവരവിടെ മറ്റാരെയും വിടുന്നില്ല എന്നല്ലേ പറയുന്നത്? അതിന്റെ ഭാഗമായിട്ടാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നല്ലേ പറയുന്നത്? നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്, നിങ്ങൾക്ക് മേലാണ് ചുവരെഴുത്തെഴുതിയത്, നിങ്ങൾ കൊന്നു. ഞങ്ങൾ എങ്ങനെയാ കൊല്ലുക? അവിടെ പറയാൻ കഴിയുക? നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ ഒരു ഡേറ്റ നമ്മളിവിടെ ചർച്ചയാണ്, നാട്ടുകാർ കേൾക്കുകയാണ്. റൌഫ് കൊന്നല്ല ഈ പറയുന്നത്. അവകാശമുണ്ട്. അത് മറ്റുള്ള സംഘടനയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം സംഭവങ്ങൾ അപലപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തെ ഞങ്ങൾ കാര്യമായി തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ രാവിലെ തന്നെ മീറ്റിംഗ് ഇരുന്നു. ഞങ്ങൾ ഇതിന് ഒരു ഫസ്റ്റ് ഘട്ട പഠനം നടത്തി നാഷണൽ കമ്മിറ്റിക്ക് വെക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരെ മുഹമ്മദിനെ നിങ്ങൾ തള്ളി പറഞ്ഞോ? ഞങ്ങൾ മുഹമ്മദിനെ തള്ളി പറഞ്ഞിട്ടില്ല, ബിലാലിനെ തള്ളി പറഞ്ഞോ? ബിലാലിനെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പിടിച്ചു. ബിലാലുമാണ് കൊലപാതകം നടത്തിയെന്ന് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രൈമുകൾ നിങ്ങൾ പരിശോധിക്കുക. ചില ആളുകളെ എടുത്തു അറസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ അവർക്ക് ജാമ്യം കൊടുക്കുന്നു. എന്തിനാണ് കോടതി അവർക്ക് ജാമ്യം കൊടുക്കുന്നത്? സച്ചിൻ ഗോപാൽ ജയിലിലല്ല. ഞങ്ങൾ ഏത് പ്രവർത്തകരാണ്? ഫ്രണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രവർത്തകരാവുക? ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിയോ സ്റ്റുഡന്റ് സോഷ്യൽ മൂവ്മെന്റ് ആണ്. അതെങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമാവുക? ഡൗൺ ട്രോഡൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി, അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി പോരാടുന്നു എന്നതിന്റെ പേരിൽ ചില വേദികൾ ഞങ്ങളുടെ മാതൃക നിങ്ങൾ ഒരിക്കലും പറയരുത്. പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു തീർക്കാൻ എനിക്ക് അവകാശം ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ, ഞങ്ങളുടെ പോസ്റ്റർ, ഞങ്ങളുടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷേഴ്സിലും ഞങ്ങൾ എഴുതിയിട്ടുണ്ടോ പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളുടെ മാതൃസംഘടനയാണെന്നില്ലല്ലോ. ഞങ്ങൾ കൃത്യമായി അങ്ങനെയെങ്കിൽ നിങ്ങൾ സംഘപരിവാരത്തെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫാസിസ്റ്റുകളാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ഈ RSSകാരെ ഫാസിസ്റ്റുകളാണ്, അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവർ ഇതേ കാര്യമല്ലേ പറയുന്നത്? ഞങ്ങളുടെ സംഘടനയല്ല. ഗൗരി ലങ്കേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ആർഎസ്എസിനെ കുറിച്ച് പറയുന്നത്? ഫാഷിസ്റ്റ് ഡെഫിനിഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം നിങ്ങൾ അതുപോലെയാണ് ആ സംഘടനയെ പറയുന്നത്. ഒരിക്കലും കൂട്ടിച്ചേർക്കല്ലേ. അതാണ് സനീഷ് ഞാൻ ചോദിക്കുന്നത്. സനീഷിന് എന്താണ് ഒരു വല്ലാത്ത ഇൻട്രസ്റ്റ്? ഇത് ഞങ്ങൾ എനിക്കതിൽ താല്പര്യമുണ്ട്. ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ആ കുട്ടികൾ ഞങ്ങളോടക്കം പറഞ്ഞ കാര്യങ്ങളുണ്ട്. നിങ്ങളാണ് കൊന്നതെന്ന്. നടക്കില്ല റൌഫെ, അങ്ങനെ നിഷ്പക്ഷമൊന്നുമില്ല. നിങ്ങളുടെ കൊലപാതകം നടത്തിയെന്ന് ആ കുട്ടികൾ പറയുന്നു. അവരോട് സംസാരിച്ച ആ കുട്ടികളെ ആരും എല്ലാവരും ആ വീട്ടിലുള്ളത് കൊണ്ട് അവരെ ടെലിഫോണിൽ കിട്ടാത്തതുകൊണ്ടാണ് അവരോട് സംസാരിച്ച സൈമൺ വിട്ടോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെയും പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പറയുന്നു നേരത്തെ ഉള്ള ഒരുപാട് സംഭവങ്ങളുടെ ബാക്കിയായിട്ട് കാണണം എന്നാണ് റൌഫെ പറയുന്നത്. ബാക്കിയായിട്ട് കാണാം. ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്? നിങ്ങൾ അവിടെ പറയുന്നു അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അവിടെ ഫ്രറ്റേണിറ്റിക്ക് ഒരു പ്രതിനിധിയുണ്ട്.
SFIക്കാർ മാത്രമല്ല, അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ നിങ്ങളുടെ മേൽ ചുവരെഴുതി നിങ്ങൾക്ക് പ്രകോപനമുണ്ടായി, സംഘർഷമുണ്ടായെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതിന്റെ ബാക്കിയായിട്ടാണ് ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞ വളരെ തുച്ഛമായ കാലം കൊണ്ട് രാജ്യത്ത് വളരെ വ്യാപകമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾ SFIയെ ജനകീയമായി പ്രതിഷേധങ്ങളിലൂടെ നേരിട്ടിട്ടുണ്ട്. SFIയുടെ ആക്രമണം വിളിച്ചു പറയുന്നു എന്ന നിലയ്ക്ക് ഞങ്ങളോട് തോന്നിയ ഒരു വൈകാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടുള്ള ഒരു ഡെലിബറേറ്റ് മൂവ്മെന്റ് ആയിട്ട് താങ്കൾ എന്തുകൊണ്ട് ഇതിനെ കാണുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് സച്ചിൻ ഗോപാലിനെയും ആരാണ് കൊന്നത്? ഞങ്ങളല്ലല്ലോ. ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകർ അതിനകത്ത് കിടക്കുന്നുണ്ടോ? ക്യാമ്പസ് ഫ്രണ്ട് ഔദ്യോഗികമായി മെമ്പർഷിപ്പ് കൊടുത്ത ഞങ്ങളുടെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഏത് പ്രവർത്തകനാണ് ജയിലിലുള്ളത്? താങ്കളൊന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്. ഇതാ ഷക്കീർ എന്ന പേരുള്ള ഷക്കീർ ഞങ്ങളുടെ പ്രവർത്തകനല്ല. ഏതാണ് ഈ ഷക്കീർ? ഒന്ന് പറഞ്ഞു തരൂ. ഷക്കീർ ഏത് ലീഡർഷിപ്പിലാണ് ഞങ്ങളോട് ഇരിക്കുന്നത്? ഏത് ഏരിയയിലാണ് ഷക്കീർ പ്രവർത്തിച്ചിട്ടുള്ളത്? പക്ഷേ ബിലാൽ മുഹമ്മദ് ഞങ്ങളുടെ പ്രവർത്തകരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ അറസ്റ്റിലായിട്ടുള്ള ബിലാൽ മുഹമ്മദ് ഞങ്ങളുടെ പ്രവർത്തകരാണ്. പക്ഷേ ബിലാൽ മുഹമ്മദ് മുഹമ്മദ് കുത്തിയെന്ന് കുട്ടികളല്ലേ പറഞ്ഞത്? പോലീസ് പറഞ്ഞിട്ടില്ലല്ലോ. കുട്ടികൾ പറയുന്ന പിടിച്ച ആളുകളെല്ലാം കുറ്റക്കാരാണെങ്കിൽ എന്തെളുപ്പം ഇവിടെ എന്തിനാ പിന്നെ കോടതി പോലീസുകാർക്ക് നേരെ കൊണ്ടെങ്കിൽ ജയിലിലിട്ടാ പോരെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു SFIയുടെ പ്രവർത്തകൻ തന്നെ വന്നിട്ട് പറയണതോ ആ ക്യാമ്പസ് ഫ്രണ്ടുകാരനാണ് കുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പോലീസ് അവനെ പിടിച്ച് ജയിലിലിടുന്ന ഒരു രീതി ഇന്ത്യയിൽ നടക്കില്ല. എന്തുകൊണ്ട് മഹാരാജ് കോളേജിൽ വേറെ സംഘടന SFI പറയുന്നില്ല? കുത്തിയത് മറ്റു സംഘടനയാണെന്ന് എന്തുകൊണ്ട് SFI പറയുന്നില്ല? അതന്നെയല്ലേ സാർ ഞാൻ ആദ്യമായി പറഞ്ഞത്. ക്യാമ്പസ് ഫ്രണ്ടാണ്. ഞങ്ങളൊരു SFIയുടെ നിലപാട് മനസ്സിലാക്കുന്ന അത് മാത്രമാണോ? തയ്യാറാകുന്നില്ല. വളരെ സജീവമായി റൌഫിന്റെ ശ്രീ സൈമൺ ബ്രിട്ടോ താങ്കൾ പറയൂ, അതായത് ഇവർ പറയുന്ന ഈ കാര്യത്തിന്റെ വസ്തുത എത്രത്തോളമാണ്? ഇദ്ദേഹം പറയുന്നത് നുണയാണ്. അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കി അറിയാമല്ലോ. ഞങ്ങളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കുന്നില്ല. വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വേണേ അങ്ങോട്ടും ഇങ്ങോട്ടും ശാന്തമായി സംസാരിക്കാം. വ്യക്തമായിട്ട് തരാം. ഈ കുട്ടികൾ വെറുതെ ഈ കുട്ടികളെ എനിക്കറിയാം. അവര് ക്യാമ്പസിൽ വരുന്ന കുട്ടികൾ, അവർക്ക് ഒരു കക്ഷിരാഷ്ട്രീയം, അവര് വളരെ സ്നേഹത്തോടെ എല്ലാവരും പെരുമാറുന്ന കുട്ടികളാണ്. ഈ കുട്ടികളെ വ്യക്തമായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് പേരെടുത്ത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഇടപെടലുണ്ട്. ശാന്തത വേണ്ടേ? നിങ്ങൾ തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ജനം കേൾക്കട്ടെ. അതല്ലേ ഈ ഡിസ്കഷന്റെ ആവശ്യം. പിന്നെ മറ്റൊന്ന് പറയാം, SFIക്കാർ കള്ളും കഞ്ചാവും മധുരാക്ഷിയായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് പച്ച നുണയാണ്. മനസ്സിലായില്ലേ? SFIക്കാർ അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വിരല് മുറിച്ച് തള്ളവിരല് മുറിച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയാതെ ഒരു ഡിബേറ്റ് വന്നിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ മാന്യത വെച്ച് പുലർത്തണം. നിങ്ങളുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തു നിങ്ങൾ പറയുന്ന ശുദ്ധ നുണയാണ്. ആ കുട്ടികൾ എനിക്കറിയാം. താങ്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാമ്പസിൽ ആർജവം കൂടി ആ സംഘടന ലീഗലി നടക്കട്ടെ എന്നാണല്ലോ അവർ വിചാരിക്കുക. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ക്യാമ്പസുകളെ പിടിച്ചെടുക്കാനാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഇത്ര പേര് 10-35 പേരോളം മരിച്ചു. ഞങ്ങൾ ആരെയും കൊല്ലാൻ പോയിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ കുട്ടി പറയുന്ന ഹിലാൽ മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടി അവിടെ അറബിക്കിന് പഠിക്കാനാണ്. ഞങ്ങൾ അയാളെ തല്ലാനും പിടിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ഫ്രട്ടേണിറ്റിക്കാരെ അവര് ഞങ്ങൾ കൊല്ലാനും പിടിക്കാനും പോയിട്ടില്ല. താങ്കളോടാണ് ചോദ്യം. ഇത് ഇത്തരം മുൻകാല കാര്യങ്ങളുണ്ട്. ക്യാമ്പസുകളിൽ ആദ്യമായിട്ടുള്ള കൊലപാതകം നടക്കുന്നത് SFIക്കാർ അടക്കമുള്ള ആളുകൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറുന്നു എന്ന ആക്ഷേപമൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയും നല്ല ആർജവത്തോടു കൂടി ബാധിക്കാനുള്ള ധീരതയൊക്കെ എല്ലാ സംഘടനകളും പ്രവർത്തിച്ചേക്കും, എത്ര വലിയ തെളിവുകൾ മുന്നിൽ വന്നാലും. അതായത് കൈവെട്ട് കഴിഞ്ഞതിന് ശേഷം ആ ആളുകൾ ചിരിച്ചുകൊണ്ടാണ് ക്യാമറകൾക്ക് മുന്നിലിരുന്ന് മുന്നിലേക്ക് ഇറങ്ങി വന്നത് എന്ന കാര്യം താങ്കൾക്കും എനിക്കും ഓർമ്മയുള്ളതാണ്. അതുകൊണ്ട് ഈ നിലക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും അതിന് ഇതുവരെ റൌഫ് സംസാരിച്ചത് തന്നെ വ്യക്തമാണ്. റൌഫിന്റെ സംഘടനയിൽപ്പെട്ടവർ ഇന്ന് മുഴുവനായിട്ട് സോഷ്യൽ മീഡിയയിൽ സനീഷും കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് അതിന്റെ അറിയപ്പെടുന്ന ആളുകൾ മുഴുവനായിട്ട് തന്നെ ഇതിനെ ന്യായീകരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവിടെ റൌഫ് എന്ന് നിഷേധിക്കുന്നത്.
അവരുടെ സനീഷ് പറഞ്ഞതുപോലെ അവരുടെ അന്ന് ചിരിച്ചു വരുന്ന ആ കൈവെട്ട് കേസിലെ പ്രതികളെ കണ്ടാൽ അറിയാം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകവീക്ഷണം പേറുന്നവരാണ് അവർ. അവർ ജനാധിപത്യപരമായിട്ടുള്ള മാർഗത്തെ അവലംബിക്കാൻ തയ്യാറല്ല. മറ്റുള്ളവർ ഇപ്പം SFIയുടെ ധാർഷ്ട്യത്തെക്കുറിച്ചും SFIയുടെ തീർവാഴ്ചയെക്കുറിച്ചുമാണ് റൌഫ് പറയുന്നത്. മഹാരാജാസ് ക്യാമ്പസിൽ, അതേ മഹാരാജാസ് ക്യാമ്പസിൽ അതിനെതിരിൽ വളരെ സർഗാത്മകമായിട്ട് പ്രതികരിക്കുന്ന മറ്റ് സംഘടനകളുണ്ട്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രാമുഖ്യമുള്ള ഫ്രാറ്റേണിറ്റി മൂവ്മെന്റ് പോലുള്ളവരുണ്ട്. അവർ ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ തവണ സീറ്റ് നേടുകയും ചെയ്തു. പക്ഷേ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ലക്ഷ്യം അതല്ല. ക്യാമ്പസ് ഫ്രണ്ടിന്റെ ലക്ഷ്യം അതുപോലെ നടക്കുന്ന സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏകാധിപത്യ പ്രവണതകൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുക. പകരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ സമര രീതികളും ഹിംസാത്മകമായ ശൈലിയും ന്യൂനപക്ഷ സമുദായത്തിന്റെ ലേബലിൽ അടിച്ചേൽപ്പിക്കുക. അതുവഴി ഇവിടെ നടക്കുന്ന സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുനയടിക്കുക. അതിനു പകരം ഹിംസാത്മകമായിട്ടുള്ള അവരുടെ ശൈലിക്ക് പ്രാമുഖ്യം നേടുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഇവിടെയും നടക്കുന്നത്. മഹാരാജാസ് ക്യാമ്പസിലായാലും മറ്റുള്ളിടത്തായാലും, നമ്മൾ നേരത്തെ പറഞ്ഞ ഹർത്താലിന്റെ കാര്യമായാലും കൈവെട്ടിന്റെ കേസായാലും ഏതായാലും അവർ നടത്തുന്നത് ഇത് തന്നെയാണ്. എവിടെയും ജനാധിപത്യപരമായിട്ട് ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ജനാധിപത്യപരമായിട്ട് എവിടെ സമരം നടത്തുന്നുണ്ടോ, എവിടെ സർഗാത്മകമായി പ്രതിഷേധിക്കുന്നുണ്ടോ അതിനെ അട്ടിമറിക്കാനുള്ള ഹിംസാത്മകമായിട്ടുള്ള അക്രമ സമരമാർഗങ്ങൾ ഇവർ എടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് തുടരുക തന്നെ ചെയ്യുമെന്നതാണ് റൌഫ് ഇതുവരെ ഇവിടെ അട്ടഹസിക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതും. ഒരാളെയും സംസാരിക്കാൻ അനുവദിക്കാതെ താൻ പറയുന്നത് മാത്രം അടിച്ചേൽപ്പിക്കുന്ന ആ ശൈലി അത് തന്നെയാണ് കാണിക്കുന്നത്. വളരെ നന്ദി ശ്രീ. ഒരു സംഘടനയുടെ നേർക്ക് ഒരു തെളിവുകളുമില്ലാതെ ഒരു ക്രൈം നിങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിനെ എന്തെന്നാണ് പറയുന്നത്? അതിനെ ഒരു താങ്കളുടെ സംഘടന ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ താങ്കൾക്ക് പ്രതിരോധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. വളരെ നന്ദി ശ്രീ റൌഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ സൈമൺ ബിട്ടോ, ശ്രീമതി ഷാഹിദ കമാൽ, ശ്രീ നസ്രുദ്ദീൻ ചേന്ദമംഗളൂർ, ശ്രീ CP ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ശ്രീ റൌഫ്, താങ്കളുടെ സംഘടനയ്ക്കെതിരെയാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും ദൃക്സാക്ഷി വിവരങ്ങളും ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മുൻവിധിയിൽ നിന്നുകൊണ്ട് തന്നെയേ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു മുൻവിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോയതിൽ യാതൊരു ഖേദപ്രകടനവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ താങ്കളുടെ സംഘടന ചെയ്തത് എത്ര വലിയ ക്രൂരമായ കാര്യമാണെങ്കിലും അതിനെ പ്രതിരോധിക്കുക എന്ന ഒരു സംഘടനാ പ്രവർത്തകൻ്റെ ദൗത്യം നന്നായി നിറവേറ്റിയിട്ടുണ്ട്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നതിന് മുമ്പ് ക്യാമ്പസുകളെ കൊലക്കളമാക്കാൻ ആസൂത്രിത നീക്കമോ എന്തായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 87% പേരും അതേ എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13% മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.